അയ്യോ എങ്കിൽ സാർ ഇത് പിടി. കല്യാണം കഴിഞ്ഞ് വരുമ്പം ഞാൻ നിനക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ. അയ്യോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തരുമെന്നല്ല, വെറൈറ്റി പുട്ട് ഉണ്ടാക്കി തരുമെന്നാ ഞാൻ പറഞ്ഞത്. എന്തോ നിന്റെ വെറൈറ്റി? പപ്പടം മാത്രം ഒരു ദിവസം നീളത്തിലാണെങ്കിൽ അടുത്ത ദിവസം ത്രികോണത്തിൽ. ചെടി അവിടെ ഓട്സ് ഇരിപ്പുണ്ട്, അതെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരാം. എങ്കിൽ ഓക്കെ, നാളെ തൊട്ട് ഓട്സ് പുട്ട്. അമ്മ തള്ളെ കേൾക്കുന്നുണ്ടാ? ഡേ, നിനക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെങ്കിൽ നീ ഒരു പെണ്ണെ കെട്ടിക്കൊണ്ടുപോവാ. ഇതും പറഞ്ഞ് എന്നെ ഒരു കുട്ടുതീനെ കൊണ്ട് കെട്ടിച്ച്. എക്സ്പ്രഷൻ മാത്രം ഇതിനകത്ത് നിരത്തോളം ഒന്നും മിണ്ടത്തില്ലേ? സോഹ, പിന്നെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഒരു 5000 രൂപ ഡ്രസ് എടുക്കാൻ തരണേ. മോളെ, നീ എന്നല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിന്റെ പൈസ ചെലവാക്കുന്നേ കൺട്രോൾ ചെയ്യാന്ന്? അതെ, പൈസ മാത്രമല്ല, എല്ലാം ഇപ്പൊ എന്റെ കൺട്രോളില്ല. നീ പറയുന്ന എന്തെങ്കിലും ഇവിടെ നടക്കാറുണ്ട്. അയ്യാ, ഇത് എങ്ക വെക്കണോ? വെക്കണ സ്ഥലം ഞാൻ കാണിച്ചു. ഈ തള്ളയുടെ നെഞ്ചത്ത് ഇപ്പൊ ഒരു മൂദേവി ഇറങ്ങി വരും, അതിന്റെ നെഞ്ചത്ത് വെക്കണം. അതൊക്കെ എന്നാ പണ്ണലാമേ? എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി ഞാൻ ചെന്നൈന്ന് വിളിച്ചിറക്കിണ്ട് വന്ന തങ്കോ. പുറമ്പോക്ക് തള്ളു. അമ്മ പുറം തൂക്കാനെന്ന്. ചെറുക്ക, ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഇത് നടക്കത്തില്ല കേട്ടാ. അമ്മ ഞാനാണ് നിന്നെ ചേർത്താ പറഞ്ഞത്. ഓക്കെ അമ്മ. അയ്യാ, ഫുഡ് സമയക്കിട്ടുമാ? പുട്ടാ കണ്ടോ, ഇതാണ് എനിക്ക് വേണ്ടത്. പുട്ട് പോലും അറിയാത്ത പൊട്ട് പിടിച്ചൊരു പൊട്ടിയാണ് ഞാൻ പൊള്ളാച്ചിന്നറിയത്. ഇനി മുതൽ ഞാൻ ഇവിടെ മസാല ദോശയും നെയ് ദോശയും ചട്നിയും ചമ്മന്തിയും കഴിച്ച് പൊളിക്കൊടി. അമ്മ പറയുന്ന കേട്ടാ. ഈ കാര്യത്തിൽ ഞാൻ ഇവന്റെ കൂടെ മസാല ദോശയൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാറ്. സോഹ, എനിക്ക് എന്ത് ഞാൻ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തരാം. നീ എന്തിനു വേറെ കല്യാണം കഴിച്ചാ? അത് വേലക്കാരിയത്. വേലക്കാരിയാ? എങ്കിലേ ഈ വീട്ടിൽ ഇത്രയും സൗന്ദര്യമുള്ള വേലക്കാരിയൊന്നും വേണ്ട, ഇവിടെ ഒരാളെ മതി. ஐயா, இங்க மசாலா தோசை குக் பண்ணதுக்கு ஒண்ணுமே இல்லையே. പിന്നെ എന്നാ പண்றதுக்கு இருக்கு? പുട്ട്. എനിക്ക് നിന്നെ അല്ല ഇഷ്ടം, അവനെയാ. എന്താ അവരാതി കോലോടി ഇത്? എല്ലാ പാർട്ടിയുടെ കൊടി ഉണ്ടല്ലോ നെഞ്ചത്ത്. ഈ തിണ്ടിക്ക് ഒരുപാട് പെമ്പിളായിട്ട് കണക്ഷൻ ഉണ്ട്. എനിക്ക് 4 എസ്കേപ്പ് ഉണ്ട്, അതിനൊരു കൊച്ചുണ്ട്. കൊച്ചിന് കഞ്ചവൊക്കെ വലിക്കും. നീ എന്താ ഞെട്ടാത്തെ? എന്നാ ചേട്ടൻ ഞെട്ടാ റെഡി ആയിട്ടിരുന്നോ, ഞാനും വലിക്കും. അയ്യോ, എനിക്കിപ്പോ റേസ് ഉണ്ട്. ആരോടെ ഏട്ടായി? അങ്ങനൊന്നുമില്ല, ഞാൻ ആക്ട്രസ് ഏൽപ്പിക്കും, ആര് കൂടെ ഏൽപ്പിക്കുന്ന അവരോട് റേസ് ചെയ്യും. കയ്യിൽ ടീലോ, വായില് കൂള്, നെഞ്ചത്ത് ജേഴ്സി, കണ്ണാപ്പി കൺഫേം. ഇത്രയും കൂടിയ ബൈക്കും ഡ്രസ്സിംഗ് സ്റ്റൈലും ഉള്ള എന്റെ ഏട്ടായി കണ്ണാപ്പിയാണ്. ഇത് EMI എടുത്ത ഡൂക്ക് ബൈക്ക്, അമ്മയുടെ കെട്ടുതാലി പണയം വെച്ചെടുത്ത ഐഫോണ്, കുടൽ പോലത്തെ പാന്റ് ജേഴ്സി, പിന്നെ കണ്ണാപ്പി അല്ലാത്ത ഋത്തിക് റോഷൻ അല്ല അല്ല അല്ല. ആണോ? എന്നാ ഒരു സെൽഫി എടുക്കും. എസ്തെറ്റിക് കണ്ണാപ്പി. ഇത് പരിണാമം സംഭവിച്ച പുതിയ തരം കണ്ണാപ്പികളാ. നമുക്കിടെ ഒളിച്ച് ജീവിക്കുക, ഏലിയൻസിനെ പോലെ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. കൈ മുത്തുമണി ചെയ്യും, പാൻറ്റി തൂക്കിട്ട പാവക്കുട്ടി, പിങ്ക് കളർ ഫോൺ കവർ, ബാഗ് ടെഡി ബിയർ, കണ്ണാപ്പിച്ച് കൺഫേം. ഞാൻ കണ്ണാപ്പിച്ചൊന്നും അല്ല. നിന്റെ ഒക്കെ ഊക്കല് കാരണം ഞങ്ങൾ കണ്ണാപ്പിയുടെ വേഷം വരെ മാറ്റി. എന്ത് ഇങ്ങനെ കണ്ടുപിടിക്കണോ ഞങ്ങൾ കണ്ണാപ്പികളാണ്? സ്വഭാവം കൂടെ മാറ്റണം. മറ്റേ പാട്ട് പാട്. കണ്ടാ കണ്ടാ നിന്റെ ബാപ്പ്. സോഹ, എന്നെ സ്കൂട്ടി പഠിപ്പിക്കോ? ഫസ്റ്റേ കീ ഓണാക്ക്. നീ എന്റെ കാമുകി അതാ കാണുന്ന. നീ സെൽഫ് അടി. My name is Sona and I am from a small village. സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഞക്കി പിടിക്കാൻ അതിനകത്ത്. ഈ ആൾക്കാരൊക്കെ എന്നെ സഹ റോഡിൽ കൂടെ ഓടുന്ന പ്രശ്നം. നിർത്തി ചെടി റോഡിൽ കൂടെ വണ്ടി ഓടിക്കടി. ഇത് നടവഴിയാ കൊച്ചേ. അങ്ങോട്ട് ആണാ, പക്ഷെ ഏട്ടന്റെ പെങ്ങളെ എന്റെ ഏട്ടന്റെ കൂടെ നടക്കാം. പിന്നല്ല, അങ്ങന്മാർക്ക് കോമഡി നിർത്താറായില്ലേ? ടയർ ഇറങ്ങുന്ന പോലും അവന്റെ. ട്രെൻഡ് അറിയത്തില്ലടി പൊട്ടി. ട്രെൻഡ് ലെഫ്റ്റിലോട്ട് പോട്ട്. അത് ലെഫ്റ്റ് അല്ലേ? എനിക്കാണോ തെറ്റിയ? ലെഫ്റ്റ്. പെർഫെക്റ്റ് പാർക്കിംഗ്. ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചോളാം. ഈ വണ്ടി നാളെ മുതൽ നിനക്ക് ബൈക്ക് ഓടിക്കണമെങ്കിൽ നീ SN ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വാ. അതേത് ഇൻസ്റ്റിറ്റ്യൂട്ട്? സോഹൻ നജീബ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അസ്സലാമലൈക്കും. ഈ സോനെ കെട്ടിക്കൊണ്ടുവന്ന വീട്. ഞാനാ സോന. നിക്കറിട്ട് മതാൻ പോലെ നടന്നു. നീ എന്തുവാടി ഗദ്ദമായിട്ട് നിൽക്കുന്ന? അതൊക്കെ അടിയിലുണ്ട്. അമ്മായി കസിൻ മതി. കുടിക്കാൻ എടുക്കട്ടെ? 2 ചിൽഡ് ബിയർ ആയാലോ? ഈശോയെ, ഇവൻ ചില്ലാവേണ്ട എന്നെ ചില്ലും കൂട്ടി കേറ്റുമല്ലോ. എന്നെ ഡിവോഴ്സ് ആക്കോ? ഡിവോഴ്സ് ആവുന്ന ഞാൻ ഓർഡർ ചെയ്യും. ഞാൻ കെട്ടിക്കോളാന്ന്. ആ നഷ്ടപരിഹാരം മേടിച്ച് എനിക്ക് സ്വീനാട്ടി വന്നാ മതി. 2 നില വീട്. എന്റെ മോളെ വടക്കാ കഴിഞ്ഞ് അങ്ങനെ തള്ളിട്ട് കൊല്ലാതെ സ്വത്തടിച്ച് മാറ്റാം നമുക്ക്. സോഹൻ, എന്നെ അറിയൂ? നിങ്ങളെ കുറിച്ച് തിരക്കിയ ഫസ്റ്റ് നിന്റെ പേരല്ലേ കേട്ടത്? കേട്ടതൊക്കെ സത്യമായിരിക്കും. നീ ഒരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കും. കണ്ടില്ലേ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആണെന്നുള്ളതേ തലയത്തോട് സത്യം ചെയ്യും. അതിനെന്താ? പിന്നെ 2 മാങ്ങ കുറച്ചുകൂടെ ഞാൻ ചേട്ടൻ്റെ ചോദിച്ചോട്ടെ. അല്ല ചേട്ടാ, കല്യാണത്തിന് 2000 മേടിച്ചായിരുന്നു. 2 3 അയ്യോ
എന്റെ പെരുമുറ പൈസ ഞാൻ പോകുന്നോണ്ട് ഭയങ്കര വിഷമമുണ്ടല്ലോ എന്റെ ബെസ്റ്റിക്ക്. എന്റെ ബെസ്റ്റ് പോയിട്ട് ഒരിക്കലും തിരിച്ചു വരരുത്. പള്ളി പോയി പറഞ്ഞാൽ മതിയോ? സോ നോക്ക് നല്ലൊരു പെൺകുച്ചല്ലേ. പാവം. ഒരുപാട് നാളായല്ലേ നമ്മൾ സെൽഫി എടുത്തിട്ട് ചിരി അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് നോക്ക്. ലോകത്തോട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും എന്റെ പെങ്ങന്മാരാണ്. ആ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും നിന്റെ പെങ്ങന്മാരാ. എന്റെ അല്ല നിന്റെ. എന്റെ പെങ്ങന്മാരെ നീ എന്തിനാ ഇന്നലകളെ തിരികെ വരുമെന്നുള്ള സ്റ്റാറ്റസ് ഇട്ട? എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് ഞാൻ സ്റ്റാർട്ട് ഏത് ഇന്നലെയാ നിനക്ക് തിരികെ വരണ്ട? കാണുന്നതിനും ഇന്നലെ അവിടെ ബീച്ചിൽ പോയില്ലേ? ആ ഇന്നലെ വാ ചേട്ടാ ഒരു ഫോട്ടോ എടുത്തു. ഓ അതിനെന്താ, ഒരു മിനിറ്റ് ആ ഫ്രെയിമിലൂടെ നിൽക്കൂ. മുടി ഇങ്ങനത്തെ ഇങ്ങനെ നിൽക്കൂ. ചേട്ടാ എനിക്ക് 2 ഫോട്ടോ എടുത്തു. ഇനി ഇങ്ങനല്ലേ, ഇങ്ങനല്ലേ, ഇല്ലേ തിരിച്ചു നോക്കാൻ. വീട്ടിലൊരു സ്റ്റുഡിയോ ഉണ്ട്, വീട്ടിൽ പോയാലോ? ചേട്ടാ എന്റെ ഫോട്ടോസ് ഒക്കെ കൊള്ളാമോ? ഫോട്ടോ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ കീറി പിടിക്കുന്ന പട്ടി. എന്റെ പൊന്നു വെച്ചാൽ ഞാനൊന്ന് പോസിറ്റീവ് ആക്കാൻ നോക്കിയതാ. എന്തിനാ ഈ പോസിറ്റീവ് ആയതിനൊക്കെ നോക്കുന്നത്? ഞാൻ കൂടുന്നിടത്തല്ലേ പോസിറ്റീവ്നെസ് കാണും. ഇവനാണെങ്കിൽ നേരെ കുയില്. ആയി നല്ല മുടിയാണല്ലോ, എന്താ യൂസ് ചെയ്യുന്നത്? മൊട്ട ഇപ്പം തട്ടേന് അപ്പൊ നിനക്കെന്താ തട്ടാത്തിന് നല്ല വിഷമല്ലേടാ ഈ വണ്ടി. എന്നാലല്ലേ യൂട്യൂബിൽ റീച്ച് കിട്ടും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഇദ്ദേഹം. കാരണം ഇന്ന് ഞാൻ നടന്നു പോയപ്പോ എന്നെ പട്ടാപ്പകയിൽ കയറി പിടിക്കാൻ നോക്കി. ഞാൻ ഗായ്സ് ഒരു പട്ടീനെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ കണ്ടാണ് ഗൈസ് ഇവൻ കയറി പിടിക്കുന്നത്. അതെ അതെ, എത്ര ഉണ്ട് വീസ്? ഒരു 1 മില്യൺ വരും. കയറി പിടിച്ച് മാത്രമല്ല ഗൈസ് പീഡിപ്പിക്കാൻ നോക്കിയാൽ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. തന്റെ കൊച്ചിന്റെ അച്ഛൻ ഞാനാണ് ഇവിടെ പറയണോ? എന്റെ കൊച്ചിന്റെ ആളെ തമ്മിൽ തെറ്റിക്കാതെ തനിക്ക് വന്നേ താനാണല്ലോ, ആണുങ്ങളോട് ഇല്ലടോ. നിന്റെ കൂടെ നടന്ന എന്തോ കിട്ടും. അവൾമാരോട് ആകുമ്പോ കാരണം സ്ത്രീകളെ മേൽ കൈ വെക്കുന്നവരെ കൈ വെട്ടിക്കളയണം ഗൈസ്. വെട്ടട്ടെ അങ്ങ് വേണ്ട. എന്താണ്? അതിന് കോഴിക്കറം കിട്ടിയതാ. ഈ പെണ്ണുമ്പളെ ഫോൺ വിളിച്ച് വണ്ടി കടയാൻ പോയപ്പോഴാണ് ഞാൻ പിടിച്ചു മാറ്റിയത്. അയ്യോ സോറി. സോറി മനുഷ്യനെ കണ്ണടിച്ചു. ശിവ ഒരു പെൺകൊച്ച് നട റോഡിൽ തീർത്ത് എനിക്ക്. അതിന് നീ എത്ര ഈ സ്ഥലമേ വെടക്കാ, ഞാൻ അതീതം വെടക്കാ. അപ്പോ വരച്ചു നിങ്ങളുടെ മോളുടെ വായിലെന്തോ നോക്ക്. ദൈവമേ, രാവിലെ എല്ലാരും അടിച്ചിരുവാണല്ലോ, സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങളെ അതല്ലെന്ന്, മോളുടെ വായിരിക്കുന്ന എന്തോ നോക്ക്. സോറി പോപ്പാ. കണ്ട വട്ടത്തി വിടുന്നത്. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. ഇങ്ങനെ പേടിക്കണ്ട മോനെ, ഒരു പക്വതയിലൊക്കെ കൊച്ചാടാ. അവക്ക് എപ്പോഴും കളിയും ചിരിയും. പാവ കുഞ്ഞവള്. അയ്യോ 1 2 3 4 അവർ ഒളിച്ചിരിക്കാൻ പോയല്ലേ എന്ന് ഞാനല്ലേ ഇവിടെ വന്നിരുന്ന് എണ്ണുന്ന. ഒരു ദിവസമാണെങ്കിൽ ഒളിച്ചൊളിച്ച് 2 കാണാനില്ല. അവസാനം വാഴത്തോട്ടത്തിൽ 2 കൂടെ പൂച്ച പോലെ പമ്മിയിരിക്കുന്നു. ഇപ്പോഴേ ഓർത്ത് ഇത് കഴിഞ്ഞിട്ട് പൊട്ടൻ ചുറ്റി കളിക്കാം. പിള്ളേർക്ക് പറയാം മക്കളെ അത് കൊച്ചൊന്നും അല്ലത്, അത് ക്യൂട്ട്നെസ് ഭാര്യ തുറന്ന കുട്ടിപ്പൂതോ. അത് കുട്ടിപ്പൂതം. പുളിമുട്ടായോ വേണ്ടത് അങ്കിളിന് വേണോ? കഴിയാങ്കളെ പുളിമുട്ടായി ആണെന്നും പറഞ്ഞ് കഴിച്ചു പോരും. നല്ലതാ. ഇല ഇച്ചിരി ചെറിയ ഇല ഇടായിരുന്നു കേട്ടോ, വലിയ ഇലയായി പോയി. എന്റെ മോളെ എല്ലാരെയും ചീത്തയാക്കി. ഇനി ഇവനെ ഞാൻ കണ്ടുപിടിക്കണോ? പുല്ല് അല്ലേ മോളെ ചോറിനെ കൊടുത്താ. എന്റെ എക്സ്കേൾഫാണോടാ, പോയി പ്രതികാരം തീർത്താലേ. വേണ്ട അവള് ഒന്നാമത് ഗർഭിണിയായിട്ടിരിക്കുക. ചുമ്മാ അടങ്ങിയിരുന്നേ നീ. അയ്യോ ഗർഭിണിയായിരുന്നു. ഇത് തന്നെ അളിയാ പറ്റിയ സമയം. അവക്കെന്നെ വേണ്ട. സോഹ അപ്പൊ മറന്നിട്ടില്ല. എങ്ങനെ മറക്കാനാ? എന്റെ കൊച്ചിന്റെ അച്ഛനല്ലേ. ചുമ്മാ ഞാൻ പ്രാങ്ക് ചെയ്തതാ. ഇങ്ങ് വാ. ഓ തമാശ. അങ്ങനാണെങ്കിലേ ഞാൻ ഒരു തമാശ കാണിച്ചിട്ടാടി നീ ഞാനിവിടെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോസ്. സോഹ ഇത് ഞാനല്ല, വേറെ ഏതോ പെണ്ണാ. അല്ല ബസ് നിന്റെ വേറെ വോട്ട് കിടപ്പുണ്ട്. അയ്യോ എന്തുവാ സോഹ, നീ എന്തിനു മോഡുലേഷൻ? അവിടെ സ്റ്റേജ് ഉണ്ട്, അവിടെ കാണാൻ പോയി പ്രസംഗിച്ചിട്ട് സോഹ എനിക്ക് പ്രസവിക്കണം. നീ എന്തും വശീകരിക്കണം. കൈയ്യട് വെച്ച ഒരു പെങ്കൊച്ചിനെ ഏതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ. കണ്ട തന്റെ തല്ലിപ്പോ കൊച്ചനെ കണ്ട കൊണ്ടുപോകാം ഹോസ്പിറ്റൽ. അങ്ങനെ അതൊരു 10 അടിയും കൂടെ അവള് പെറുവല്ലേ ഇവിടെ. എനിക്ക് വീട്ടിലും പോവായിരുന്നു. പോകണ്ട, എനിക്കൊരു പണി. അതെ ഈ കൊച്ചിന്റെ അച്ഛൻ ഇവിടെ നോക്കണം. ഞാൻ കൊച്ചിന്റെ അച്ഛനൊന്നും അല്ല. കൊച്ചു ജനിച്ചില്ലല്ലോ, അതിന് മുമ്പ് സംശയം അല്ലെന്ന് ഇതില് കുറച്ച് ലിസ്റ്റിലെ സാധനങ്ങളുണ്ട്, എല്ലാം വാങ്ങണം. ഇനി ബില്ലും അടയ്ക്കണം.
ബില്ല് ഞാനാണ് അടയ്ക്കേണ്ടത്. പിന്നെ കൊച്ചിന്റെ തന്നില്ല ബില്ലാണ്. ആണ് എന്റെ കൊച്ചു തന്നെ. വേറെ ആരെങ്കിലും കൊച്ചുങ്ങളുണ്ടോ ഇതുപോലെ അവസ്ഥയില്ലാത്ത? ഞാൻ ഏറ്റെടുക്കാം. റൂം എടുക്കുമ്പോ അറിയുന്നില്ലേ 1 ലക്ഷം രൂപയൊക്കെ ആവുമെന്ന്. ചേട്ടാ കൊച്ചാണോ പെണ്ണാണോ? പെണ്ണാ, നാളെ കല്യാണം ഉണ്ട് വരുന്ന. എന്തൊക്കെ അറിയണോ എന്നൊക്കെ. കൊച്ചിന്റെ അതേ മുഖച്ചായ. ആർക്ക്? അല്ല, ഞാൻ ആ കൊച്ചോട്ടിൽ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. ഈ കൊച്ചില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ വീടാടി ഹസ്ബൻഡാ. അയ്യോ പിടിച്ചോ. ചേട്ടാ ഞാൻ അറിഞ്ഞു ചേട്ടാ, ചേട്ടനല്ലേ ഈ ഹോസ്പിറ്റലിൽ ബില്ല് മൊത്തം അടച്ചത്. ഞാൻ ഈ കാശൊക്കെ എവിടെ ഒപ്പിക്കുന്നു പറഞ്ഞു ചേട്ടാ. ചേട്ടൻ ദൈവം കേട്ടാ, ചേട്ടൻ ദൈവം കേട്ടാ. അല്ല, എനിക്ക് ചേട്ടാ പൈസ- ഈ ചേട്ടനെ കാശ് മൊത്തം അടച്ചത്. ചേട്ടൻ നന്നായി വരും. ചേട്ടാ എന്റെ ഭാര്യയുടെ ബില്ലും കൂടെ. എടാ, പോടാ. നീ ഇവിടെ എന്നാ നേഴ്സിന്റെ അച്ഛൻ ഞാനാന്ന് കൂടെ പറയും. എടാ പറടാ. അളിയാ പ്രതികാരമൊക്കെ വീട്ടിയാ. ഒരു 1.5 ലക്ഷം രൂപയുടെ പ്രതികാരം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു.